Today we will discuss active water absorption. കഴിഞ്ഞ കുറേ വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ്റെ ഡിഫറെൻറ്റ് മെക്കാനിസംസും ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ ഒക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ പാസീവ് വാട്ടർ അബ്സോർപ്ഷന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ നടക്കുക ട്രാൻസ്പിരേഷൻ റേറ്റ് കുറയുമ്പോഴാണ്. പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ എപ്പോഴാണ് നടക്കുക? ട്രാൻസ്പിരേഷൻ റേറ്റ് കൂടുമ്പോഴാണ്. അബ്സോർപ്ഷൻ ഈസ് മെയിൻലി ആൻ ആക്ടിവിറ്റി ഓഫ് റൂട്ട് ആൻഡ് റൂട്ട് ഹെയർസ്. റൂട്ടിനും റൂട്ട് ഹെയർസിനും ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസ് ഉണ്ട്. പാസീവിലോ? പാസീവ് റോള് മാത്രമേ ഉള്ളൂ റൂട്ടിനും റൂട്ട് ഹെയർസിനും. മൂന്നാമതായിട്ട് എനർജി ഡിപ്പെൻഡൻറ്റ് വാട്ടർ അബ്സോർപ്ഷൻ. ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞത് ഒരു എനർജി ഡിപ്പെൻഡൻറ്റ് റിയാക്ഷനാണ്. പാസീവോ? എനർജി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ പ്രോസസ്സാണ്. ടേക്കിംഗ് പ്ലേസ് എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ നടക്കുക കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. പാസീവോ? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനനുസരിച്ചിട്ടാണ്. ഒക്കേഴ്സ് ഡ്യൂറിങ് നൈറ്റ് ടൈം. ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നത് മെയിനായിട്ടും നൈറ്റ് ടൈമിൽ ട്രാൻസ്പിരേഷൻ റേറ്റ് കുറയുമ്പോഴാണ്. പക്ഷേ പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ ഡേ ടൈമിൽ ട്രാൻസ്പിരേഷൻ റേറ്റ് കൂടുമ്പോഴാണ്. അപ്പോൾ ശരിക്ക് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞത് പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ട്രാൻസ്പിരേഷൻ റേറ്റ് കുറയുമ്പോൾ അതുപോലെ നൈറ്റ് ടൈമിൽ നടക്കുന്ന കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്ന എനർജി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. ആൻഡ് ഈ ഒരു വാട്ടർ അബ്സോർപ്ഷനിൽ റൂട്ടിനും റൂട്ട് ഹെയർസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസ് ഉണ്ട്. ആൻഡ് ദർ ആർ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ. രണ്ട് മെക്കാനിസംസ് വഴിയാണ് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഓസ്മോട്ടിക് തിയറി ഓഫ് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷനും നോൺ ഓസ്മോട്ടിക് തിയറി ഓഫ് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷനും. ഫസ്റ്റ് ഓഫ് ഓൾ ഓസ്മോട്ടിക് തിയറി ഓഫ് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ. ഓസ്മോട്ടിക് തിയറി ഓഫ് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് ഒരു റൂട്ട് ഹെയർ സെല്ല് എങ്ങനെയാണ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. സോയിൽ വാട്ടറുമായിട്ട് വളരെ ക്ലോസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന സെല്ലിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് സെൽ വാളാണ്. ഈ സെൽ വാള് ഫസ്റ്റ് ഇംബൈബിഷൻ വഴിയാണ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുക. സെൽ വാളിലെ ഹൈഡ്രോഫിലിക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഒരു ഇംബൈബൻ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? വാട്ടറിനെ അബ്സോർബ് ചെയ്യും. We know cell wall is freely permeable to both solutes and solvents. Cell wall എന്ന് പറയുന്നത് സൊല്യൂട്ടിനും സോൾവൻസിനും ഫ്രീലി പെർമിയബിൾ ആണ്. സോ എന്ത് ചെയ്യും? സൊല്യൂട്ടും സോൾവൻസും സെൽ വാൾ ക്രോസ് ചെയ്യും. ദെൻ സെൽ വാൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് എന്താ ഉള്ളത്? പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ആൻഡ് ദിസ് പ്ലാസ്മ മെംബ്രെയിൻ ഈസ് selectively permeable which allows water molecule and only certain selected ions to pass across it to cell sap. സെലക്റ്റീവ്ലി പെർമിയബിൾ ആയിട്ടുള്ള പ്ലാസ്മ മെംബ്രെയിൻ അങ്ങനെ എല്ലാ സൊല്യൂട്ട്സിനെയും സോൾവൻസിനെയും ഒന്നും കടത്തി വിടൂല. മറിച്ച് സെലക്റ്റീവായിട്ട് മാത്രമേ മോളിക്യൂൾസിനെ അത് കടത്തി വിടുള്ളൂ. സോ ഇംബൈബിഷൻ വഴി സെൽ വാൾ അബ്സോർബ് ചെയ്ത വാട്ടർ ഇപ്പോൾ നിൽക്കുന്നത് സെൽ വാളിൻ്റെയും പ്ലാസ്മ മെംബ്രെയിൻ്റെയും ഇടയിലാണ്. ഇനി അവിടുന്ന് അങ്ങോട്ട് പ്ലാസ്മ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും നമ്മൾ ഓസ്മോട്ടിക് തിയറി ഓഫ് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സെൽ സാപ്പ് ഹാസ് ഹൈ ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് ലോ വാട്ടർ പൊട്ടൻഷ്യൽ. മെജോറിറ്റി ഓഫ് ദ കേസിൽ അല്ലെങ്കിൽ നോർമൽ കേസിൽ സെൽ സാപ്പിൻ്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ വളരെ കൂടുതലായിരിക്കും ആൻഡ് വാട്ടർ പൊട്ടൻഷ്യൽ കുറവുമായിരിക്കും. അതിന് കാരണം എന്താ? സെല്ലിൽ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്ത് ചെയ്യും? സെല്ലിൻ്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂട്ടും. ഇത് നമ്മൾ വാട്ടർ പൊട്ടൻഷ്യൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പം പറഞ്ഞിരുന്നു. സോ നോർമൽ കേസിൽ എപ്പോഴും ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓഫ് ദി സെൽ സാപ്പ് ഹൈ ആയിരിക്കും
ആൻഡ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുക എന്ന് പറയുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. സോ വാട്ടറിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? വാട്ടർ എപ്പോഴും മൂവ് ചെയ്യുക വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ സോയിലുള്ള വാട്ടർ ആണ് എങ്ങോട്ട് മൂവ് ചെയ്യുക? റൂട്ട് ഹെയർ സെല്ലിലേക്ക് മൂവ് ചെയ്യുക. സോ സെൽ സാപ്പിന് ഹൈ ഓസ്മോട്ടിക് പൊട്ടൻഷ്യലും ലോ വാട്ടർ പൊട്ടൻഷ്യലും ആയതുകൊണ്ട് തന്നെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ സോയിൽ വാട്ടർ സെല്ലിന്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യും. So water moves from soil to root hair cell. When water enters to root hair cell, water potential of the root cells may rise. അത് പിന്നെ നമുക്കറിയാം സോയിൽ വാട്ടർ റൂട്ട് ഹെയർ സെല്ലിലേക്ക് എൻഡോസ്മോസിസ് വഴി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ട് ഹെയർ സെല്ലിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കൂടും. As a result, water moves from root hair cell to cortical cells along concentration gradient. സോ റൂട്ട് ഹെയർ സെല്ലിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിക്കഴിഞ്ഞാൽ റൂട്ട് ഹെയർ സെല്ല് തൊട്ടപ്പുറത്തുള്ള കോർട്ടിക്കൽ സെല്ലിലേക്ക് വാട്ടർ എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ചെയ്യും. സോ കോർട്ടിക്കൽ സെല്ലിൽ അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കൂടും, റൂട്ട് ഹെയർ സെൽസിൽ കുറയും. അങ്ങനെ ഒരു സെല്ലിൽ നിന്ന് മറ്റേ സെല്ലിലേക്ക് വാട്ടർ പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസിനനുസരിച്ച് വാട്ടർ മൂവ് ചെയ്യുന്നത് വഴിയാണ് വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇതാണ് നമ്മൾ പാസീവ് വാട്ടർ അബ്സോർപ്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. Then active osmotic theory of water absorption എന്താന്ന് നമ്മൾ ശരിക്കും പറയാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുള്ളത് പാസീവ് വാട്ടർ അബ്സോർപ്ഷനിൽ നടക്കുന്ന അതേ മെക്കാനിസം ആണ്. Likewise, water moves to root xylem and finally would flow up to the leaves. അപ്പൊ ഇങ്ങനെ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് വാട്ടർ മൂവ് ചെയ്താണ് പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ വഴി റൂട്ട് ഹെയർ സെല്ലിൽ നിന്ന് ലീഫ് വരെ വാട്ടർ മൂവ് ചെയ്യുന്നത്. Generally, osmotic potential of soil water remains below 1 atm and that of cell sap is usually 2 to 8 atm. So, water enters into the cell sap according to water potential gradient. ഇനി നിങ്ങൾ പിക്ചറിലേക്ക് നോക്കുക. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ഞാനിപ്പോൾ വായിച്ചിട്ടുള്ളതും. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓഫ് ദ സോയിൽ വാട്ടർ ഏകദേശം 1 atm ആ ഒരു റേഞ്ചിലാണ് നോർമൽ കേസിൽ സോയിൽ വാട്ടറിന്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കുക. ആൻഡ് ദാറ്റ് ഓഫ് സെൽ സാപ്പ് എന്ന് പറഞ്ഞത് 2 to 8 atm ആയിരിക്കും. എന്താ പറഞ്ഞത്? സോയിൽ വാട്ടറിന്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ബിലോ 1 atm സെൽ സാപ്പിന്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ 2 to 8 atm ആണ്. അപ്പൊ ഇവിടെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓഫ് ദ സോയിൽ വാട്ടർ 1 atm എന്ന് പറയുമ്പോൾ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഇവിടെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വാട്ടർ പൊട്ടൻഷ്യൽ അതായത് psi W എന്ന് പറഞ്ഞത് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കുറയുമ്പോഴാണ് വാട്ടർ പൊട്ടൻഷ്യൽ കൂടുക. സോ സോയിൽ വാട്ടറിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലും ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കുറവുമാണ്. അതുപോലെ തന്നെ നമ്മൾ റൂട്ട് ഹെയർ സെല്ല് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സെൽ സാപ്പിന്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ പറയുകയാണെങ്കിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അവിടെ കൂടുതലാണ്. സോ അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? കുറവായിരിക്കും. സോ വാട്ടർ എവിടുന്ന് എങ്ങോട്ടാ മൂവ് ചെയ്യുക? വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ സോയിൽ വാട്ടറിന് റൂട്ട് ഹെയർ സെല്ലിലേക്കാണ് വാട്ടർ മൂവ് ചെയ്യുക. ഒരു നോർമൽ പ്രോസസ്. ഏതുപോലെ? പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ പോലെ തന്നെ. അതായത് വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ സോയിൽ വാട്ടറിന് അല്ലെങ്കിൽ സോയിൽ സൊല്യൂഷന് വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞ റൂട്ട് ഹെയർ സെല്ലിലേക്ക് വാട്ടർ മൂവ് ചെയ്യും. അതിന് പ്രത്യേകിച്ച് എനർജി ഒന്നും ആവശ്യമില്ല, കാരണം അത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് അനുസരിച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത്. ശരിക്ക് ഇത്രയും നേരം പറഞ്ഞത് ഒരു പാസീവ് വാട്ടർ അബ്സോർപ്ഷനിൽ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ പോലെ അബ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് root hair absorb some solutes actively by using energy against concentration gradient. ഇങ്ങനെ പാസീവ് ആയിട്ട് വാട്ടർ അബ്സോർപ്ഷൻ നടക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് പക്ക പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. സോ ഇങ്ങനെ പാസീവ് മെക്കാനിസം വഴി വാട്ടർ അബ്സോർപ്ഷൻ നടക്കുമ്പോൾ റൂട്ട് ഹെയർ സോയിൽ നിന്ന് കുറച്ച് സൊല്യൂട്ട്സിനെ ആക്റ്റീവ്ലി അബ്സോർബ് ചെയ്യും by utilizing energy. എന്താ പറഞ്ഞത്?
സോയിലിൽ നിന്ന് കുറച്ച് സൊല്യൂട്ട്സിനെ എനർജി യൂസ് ചെയ്തിട്ട് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആര് അബ്സോർബ് ചെയ്യും? റൂട്ട് ഹെയർ അബ്സോർബ് ചെയ്യും. ആ സമയത്ത് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ഈ സൊല്യൂട്ട്സിനെ അബ്സോർബ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ റൂട്ട് ഹെയർ സൊല്യൂട്ട്സ് അബ്സോർബ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോയിൽ വാട്ടറിൽ നമ്മൾ പറഞ്ഞു ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ 1 atm അതുപോലെ റൂട്ട് ഹെയർ സെല്ലിൽ 2 to 8 atm ആണ് നോർമൽ കേസിൽ എന്ന്. അത് കൂടി ഏകദേശം ഒരു 5 to 15 atm വരെയൊക്കെ ആക്കുകയാണെങ്കിൽ സെൽ സാപ്പിന്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അങ്ങ് കൂട്ടുകയാണെങ്കിൽ ആ റൂട്ട് ഹെയർ സെല്ലും സോയിലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് അങ്ങ് കൂടും. സോ എന്ത് ചെയ്യും? വാട്ടർ അബ്സോർപ്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. സോ വാട്ടർ അബ്സോർപ്ഷൻ ശരിക്കും പാസീവ് പോലെ തന്നെയാണ്. വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണ്. പക്ഷെ ഈ പാസീവ് വാട്ടർ അബ്സോർപ്ഷന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സൊല്യൂട്ട്സിനെ ആക്റ്റീവായിട്ട് റൂട്ട് ഹെയർ എന്ത് ചെയ്യും? സോയിൽ നിന്ന് അബ്സോർബ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് റൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഇതിന്റെ ആക്റ്റീവായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പൊ അതാണ് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് സെന്റൻസ് ഒരു പ്രാവശ്യം കൂടി വായിക്കാം. Root hair absorbs some solutes actively by using energy against concentration gradient, so that there exists very high potential gradient between root hair and soil solution. This potential gradient favors water absorption passively. So, potential gradient കൂട്ടി maximum waterനെ fast ആയിട്ട് passive water absorption വഴി absorb ചെയ്യാൻ വേണ്ടി ആണ് ഇങ്ങനൊരു മെക്കാനിസം റൂട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഓസ്മോട്ടിക് തിയറി ഓഫ് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷനെ ഒന്ന് ചുരുക്കി പറയാം. നോർമൽ കേസിൽ സോയിൽ വാട്ടറിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലും റൂട്ട് ഹെയർ സെല്ലിൻ്റെത് കുറവായിരിക്കും. സോ പാസീവ് ആയിട്ട് വാട്ടർ അബ്സോർപ്ഷൻ നടക്കും. ഈ പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് റൂട്ട് ഹെയർ സെൽസ് ആക്റ്റീവായിട്ട് കുറച്ച് സൊല്യൂട്ട്സിനെ സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യും. അതുവഴി പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ബിറ്റ്വീൻ സെൽ സാപ്പ് ആൻഡ് സോയിൽ വാട്ടർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ വളരെ ഫാസ്റ്റ് ആയിട്ട് വാട്ടർ അബ്സോർപ്ഷൻ നടക്കും. ദെൻ നോൺ ഓസ്മോട്ടിക് തിയറി ഓഫ് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ ഓസ്മോട്ടിക് തിയറി ഓഫ് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷന് ഓസ്മോട്ടിക് തിയറി എന്ന് പേര് വരാൻ കാരണം തന്നെ പക്ക ഓസ്മോസിസ് എന്നുള്ളൊരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. പക്ഷെ അതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എനർജി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സൊല്യൂട്ടിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. പക്ഷെ രണ്ടാമത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന നോൺ ഓസ്മോട്ടിക് തിയറി എന്ന് പറയുന്നത് ഓസ്മോട്ടിക് തിയറിക്ക് എഗെയിൻസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഓസ്മോസിസ് എന്നുള്ള ഒരു പ്രോസസ്സിന് എഗെയിൻസ്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എനർജി ഡിപ്പെൻഡൻറ്റ് വാട്ടർ അബ്സോർപ്ഷൻ എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു വാട്ടർ അബ്സോർപ്ഷനാണ്. ശരിക്കും നമുക്ക് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷനിൽ നോൺ ഓസ്മോട്ടിക് തിയറി മാത്രമാണ് പക്ക ആക്റ്റീവായിട്ട് ഉള്ള ഒരു അബ്സോർപ്ഷൻ. വെൻ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓഫ് റൂട്ട് ഹെയർ ഈസ് ലോവർ ദാൻ സോയിൽ സൊല്യൂഷൻ, എക്സോസ്മോസിസ് വിൽ ടേക്സ് പ്ലേസ്. പിക്ചറിലേക്ക് ശ്രദ്ധിക്കാം. നേരത്തെ നമ്മൾ ലേബൽ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഞാനിവിടെ ലേബൽ ചെയ്ത്. നേരത്തെ നമ്മൾ സോയിൽ സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ 1 atm റൂട്ട് ഹെയറിൻ്റെത് 2 to 8 atm ആയിരുന്നു ലേബൽ ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. സോയിൽ സൊല്യൂഷൻ്റെത് 2 to 8 atm റൂട്ട് ഹെയറിൻ്റെത് 1 atm ആണ്. അപ്പം സാധാരണ കേസിൽ ഇങ്ങനെ വരാറില്ല. സപ്പോസ് നമ്മൾ ഒരു പോട്ടിൽ കുറച്ച് കൂടുതൽ ഫെർട്ടിലൈസർ ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ ഒരു എക്സാമ്പിളാണ് നമ്മൾ ശരിക്കും നോൺ ഓസ്മോട്ടിക് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ സോയിൽ സൊല്യൂഷൻ്റെ കൂടുതലായി കഴിഞ്ഞാൽ എക്സോസ്മോസിസ് ആണ് നടക്കുക. അതായത് റൂട്ട് ഹെയർ സെല്ലിൽ നിന്ന് വെള്ളം എക്സോസ്മോസിസ് വഴി സോയിലിലേക്കാണ് മൂവ് ചെയ്യുക. നോർമൽ കേസിൽ എക്സോസ്മോസിസ് നടന്നിട്ട് റൂട്ട് ഹെയർ സെല്ലിൽ നിന്ന് സോയിൽ വാട്ടറിലേക്കാണ്
വാട്ടർ മൂവ് ചെയ്യുക അല്ലേ? എന്തുകൊണ്ടാ? ഇവിടെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുതൽ സോയിൽ സൊല്യൂഷൻ ആണ്. സോ വാട്ടർ പൊട്ടൻഷ്യൽ സോയിലാണ് കുറവ്. ഇവിടെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുതൽ സോയിൽ സൊല്യൂഷനിലാണ്. സോ വാട്ടർ പൊട്ടൻഷ്യൽ കുറവാണ് സോയിൽ സൊല്യൂഷൻ. സോ റൂട്ട് ഹെയർ സെല്ലിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലായതുകൊണ്ട് തന്നെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് മൂവ് ചെയ്യുക. സോ ഈ ഒരു പ്രോസസ്സാണ് നടക്കുക. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പ്ലാന്റ് എന്ത് ചെയ്യും? ഉണങ്ങിപ്പോവും. സോ ഇങ്ങനത്തെ ഒരു കേസിൽ പ്ലാന്റ് എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ അബ്സോർപ്ഷൻ എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് നടക്കും. തിരിച്ച് റിവേഴ്സ് ആയിട്ട് നടക്കണം. ഈ ഒരു കണ്ടീഷനിലും പ്ലാന്റ് എന്ത് ചെയ്യണം? വാട്ടറിനെ അബ്സോർബ് ചെയ്യണം. ഈ ഒരു റൂട്ട് ഹെയർ വാട്ടറിനെ അബ്സോർബ് ചെയ്യണം എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ബൈ യൂട്ടിലൈസിങ് എനർജി. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവിടെ വാട്ടർ അബ്സോർപ്ഷൻ നടക്കണം. എങ്കിൽ മാത്രമേ പ്ലാന്റ് വിൽറ്റ് ചെയ്യാണ്ടിരിക്കുള്ളൂ. സോ അതിനു വേണ്ടി പ്ലാന്റ് എന്ത് ചെയ്യും? എനർജി യൂസ് ചെയ്തിട്ട് അബ്സോർപ്ഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് പോസിബിൾ ആക്കും. ആൻഡ് ഇതിനാവശ്യമായിട്ടുള്ള എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നത് സെല്ലുലാർ റെസ്പിറേഷൻ ആണ്. സെല്ലുലാർ റെസ്പിറേഷന്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ATP ആണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് വാട്ടർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോൺ ഓസ്മോട്ടിക് തിയറി ഓഫ് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അതായത് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓഫ് ദ സോയിൽ സൊല്യൂഷൻ കൂടിക്കഴിഞ്ഞാൽ നോർമൽ കേസിൽ എക്സോസ്മോസിസ് ആണ് നടക്കുക. ഇങ്ങനെ എക്സോസ്മോസിസ് നടന്നു കഴിഞ്ഞാൽ പ്ലാന്റ് എന്ത് ചെയ്യും? ഉണങ്ങിപ്പോവും. സോ പ്ലാന്റ് ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എനർജി യൂസ് ചെയ്തിട്ട് പ്ലാന്റ് സ്വയം എന്ത് ചെയ്യും? ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് വാട്ടർ അബ്സോർപ്ഷൻ നടത്തും. ആ ഒരു പ്രോസസ്സാണ് നോൺ ഓസ്മോട്ടിക് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ച് കൂടുതൽ ഫെർട്ടിലൈസർ ആഡ് ചെയ്താലെന്ന് പറഞ്ഞു. പ്ലാന്റിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെൻട്രേഷൻ ആണെങ്കിൽ പ്ലാന്റ് എന്ത് ചെയ്യും? എനർജി ഒക്കെ യൂസ് ചെയ്തിട്ട് വാട്ടർ അബ്സോർപ്ഷൻ നടത്തി പ്ലാന്റ് വിൽറ്റ് ആവാണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഒരു പരിധിയിലപ്പുറം ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. അതിന് എന്ത് ചെയ്യില്ല? അബ്സോർപ്ഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പ്ലാന്റ് വിൽറ്റ് ചെയ്ത് പോകും. നമ്മൾ സാധാരണ ഫെർട്ടിലൈസർ കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യാറ്? ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. അപ്പൊ ചിലപ്പോൾ അത് രക്ഷപ്പെട്ടു വരും, ചിലപ്പോൾ അത് എന്ത് ചെയ്യും? അതിന് ഓവർകം ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് നശിച്ചു പോവുകയാണ് ചെയ്യുക.